സന്ധ്യാസമയത്തെ മഴ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ 6:15 സമയം. മഴ ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതി ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പം ഇന്ന് വലിയ മഴ അങ്ങോട്ട് തോന്നുന്നില്ല. ഇന്നലെ പകലധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ പുല്ല് പറിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെളുത്ത ചേമ്പും ഇഞ്ചിയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അവിടെ കുറേ പുല്ലൊക്കെ ഉണ്ട്. ഇത് പറിച്ച് മാറ്റിയിട്ട് വേണം വളം വെച്ച് മണ്ണിടാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് പുല്ല് പറിക്കണം. ജാതിക്ക വീണ് കിടക്കണ്ടേ, അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കണം. അതൊരു പണിയാണ്. കുറേ വീണ് കിടക്കുന്നുണ്ട്. എൻ്റെ പച്ചക്കറി തോട്ടം. വെളുത്ത ചേമ്പിലെ പുല്ല് പറിച്ചു. ഇഞ്ചിയും ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് ഉള്ള പുല്ല് പറിച്ചു. ഇത്രയൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ മഴയ്ക്ക് ആരംഭങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്തി. അങ്ങപ്പുറം വേറെ ആൾക്കാർ പുല്ല് പറിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഞാൻ എടുത്ത് പറിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കുറച്ചുകൂടി തീരാനുണ്ട്. അപ്പോൾ ഇത്രയേ ഞാൻ പറിച്ച് വേടിപ്പാക്കി. ചക്ക ഇട്ടുകൊണ്ട് പോകാമെന്ന് എഴുതിയിരിക്കുക. മുകളിലാണ് ചക്ക, താഴത്തെയൊക്കെ ഇട്ട് തീർന്നു. അപ്പം അത് ഇടാനായിട്ടേ തോട്ടി വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. ഇനി പാചകം. പന്നി ഇറച്ചി ഫ്രൈ ചെയ്യാം. ഇറച്ചി പരവട്ടം കഴുകി വാരി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. കഴുകണതിന് മുമ്പ് ഞങ്ങൾ വിനാഗിരി ഒഴിച്ച് അല്പനേരം വെച്ചിരുന്നു. ഈ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിനൊരു ചിലതിൻ്റെന്ന് ചില ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരാറുണ്ട്. അതുപോലെ തന്നെ വെക്കുമ്പോഴും ഒരു ചുവ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിനാഗിരി ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പന്നിയിറച്ചിയാണ് ഇത്. എല്ലാ ഇറച്ചിക്കും അങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ. ചില സമയങ്ങളിൽ കൊണ്ടുവരുന്ന ഇറച്ചിക്ക് ഇങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ല്, ഒരു ഇത് തോന്നാറുണ്ട് എനിക്ക്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്നും കുറച്ചെടുത്തേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കുറച്ചെടുത്തിട്ട് വേറെ എന്തെങ്കിലും കൂട്ടുകഷ്ണം ചേർത്ത് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇത് പല ഇതിലേക്ക് എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് മൊത്തത്തിലൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്.
കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂട്ടി തിരുമ്മിയാണ് ഇത് അടപ്പത്ത് വയ്ക്കുന്നത്. ഇത് ഞാൻ ബീഫ് വയ്ക്കണ പോലെ അല്ലാട്ടോ വയ്ക്കുന്നത്. ബീഫിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാറില്ല. പക്ഷേ ഇതിൽ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വറ്റി തീർന്നിട്ട് വെന്തില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഇതിലേക്ക് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. പച്ചമുളക്, സവാള അല്ലെങ്കിൽ ഉള്ളി, ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും 2-3 അതിൽ ചേർന്നിട്ടുണ്ട്, അതുകൂടി ഇടണം. ഇനി ഞങ്ങൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി മസാലയൊക്കെ അതിൽ പിടിക്കുന്നത് വരെയൊക്കെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഇതിൽ നിന്ന് മാറ്റണമല്ലോ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഫ്രൈ ചെയ്യാൻ ഉള്ള രീതിക്കാണ് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് ഞാൻ തിരുമ്മുന്നത്. ഒരല്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കുന്ന വീഡിയോ ഞാൻ ഓണാക്കി എന്ന് കരുതി, പക്ഷേ ഉണ്ടായിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കിട്ടിയില്ലായിരുന്നു. ഇത് തിളച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ചെറു തീയിലിട്ട് മൂടി വെച്ച് ഇത് വേവിച്ചെടുത്താണ്. വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയതെല്ലാം വറ്റി തീർന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വേവുമായി. മൂപ്പ് കുറഞ്ഞ സംഭവമായിരുന്നിരിക്കാം. വേഗം വെന്ത് കിട്ടി, വെള്ളം ഒട്ടും പോലും ഒഴിക്കേണ്ടി വന്നില്ല. എൻ്റെ നെയ്യൊന്ന് ഇറങ്ങി വരികയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാനെടുത്ത് കറി വയ്ക്കുന്നുള്ളൂ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാനിത് തീ ഓഫാക്കണുള്ളൂ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്കിത് ഉള്ളി മുളകും മൂപ്പിച്ച് തോർത്തിയെടുക്കാം കേട്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. വെന്ത പോർക്കിറച്ചി തോർത്തിയെടുക്കാനായിട്ട് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉള്ളിയും മുളകൊക്കെ മൂപ്പിക്കണം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുമന്നുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, അത് മുന്നേ ഇടണമായിരുന്നു, അത് മറന്നുപോയായിരുന്നു ഞാൻ. അപ്പം അതുകൂടി ഇതിനകത്തിട്ട് വഴറ്റുകയാണ്. തേങ്ങാക്കൊത്ത്, കറിവേപ്പില, കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരല്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെന്ത പോർക്കിറച്ചിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് ഇത് മൊരിഞ്ഞു വരും തോറും ഇതിൻ്റെ നെയ്യ് ഉരുകി ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് കുറേ നേരം ഇട്ട് ഇത് ഇളക്കി 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 വരട്ടി ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കണം. ഞങ്ങളിപ്പോൾ അത്ര ഫ്രൈ ആക്കുന്നില്ല. ഞങ്ങൾ ഇതിപ്പോൾ ഒരു തോർന്ന മാതിരി ആകുമ്പോൾ ഇറക്കാണ്. അപ്പോൾ പോർക്കിറച്ചി തേങ്ങ കൊത്തിട്ട് ഉലത്തിയത് റെഡിയായി. ശലഭങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് എല്ലായിടത്തും അത് വരണമെന്നില്ല. അപ്പോൾ അത് ഉള്ളിടത്ത് ആ ചെടികളുണ്ടെങ്കിൽ അവറ്റകൾ അങ്ങനെ വരും എന്നാണ് പറയുന്നത്. ജാതിയുടെ കട വളമിട്ട് മൂടുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ നല്ല ഒരുമാതിരിപ്പെട്ട മഴ പെയ്തു. ജൈവവളം ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് മണ്ണ് കൊതറി കൊടുക്കുന്നതാണ്.
മുൻപേ ചാണം ഇട്ടിട്ടുണ്ടായിരുന്നു. ചാണം ഇടൽ കഴിഞ്ഞിട്ടാണ് ജൈവവളം ഇട്ടിട്ട്